ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫിഷ് തവ ഫ്രൈ ആണ്. അതിന് ഞാൻ കറുത്ത ആവോലിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 8 തിൻ സ്ലൈസായിട്ട് ഒരു 8 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളിയാണ്. മെയിനായിട്ട് ചെറിയ ഉള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു വലിയ പിടി തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഒരു 10 എണ്ണം, അത് വെള്ളത്തിൽ കുതിർത്തിട്ട് 1 മണിക്കൂറോളം കുതിർത്ത് എടുത്തതാണ്. അത് കാശ്മീരി ചില്ലിക്ക് വരെ നോർമൽ ചില്ലിയായിട്ട് യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ലെമൺ, ഒരു ഹാഫ് ലെമൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ലെമൺ ജ്യൂസ്, ഇതൊക്കെ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോർമൽ ചില്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചൊരു 6 എണ്ണോ, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി എടുത്താൽ മതിയാവും. അപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് എരിവും കുറവായിരിക്കും, നല്ല കളറും കിട്ടും. അപ്പം നമ്മുടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് മീനിൻ്റെ മുകളിലായിട്ട് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ മുകളിലായിട്ട് തേച്ചിട്ട് നമുക്കൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ മീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിക്കുക. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം എടുക്കാനുള്ള മീനുകൾ ഓരോരോ കണ്ടെയ്നറിലാക്കിയിട്ട് ആ മീൻ മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും. എന്നിട്ട് എടുക്കുന്ന ദിവസം രാവിലെ തന്നെ എടുത്ത് പുറത്ത് വയ്ക്കും. ഐസ് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അതിന് ശേഷം നമ്മളതൊന്ന് കഴുകിയിട്ട് മീനെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് മൊരിച്ചെടുക്കുന്നില്ല മീൻ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ, ഞാൻ വലിയ മീനുകളൊക്കെ ആകുമ്പം വല്ലാണ്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കില്ല. വല്ലാണ്ട് അധികം ഫ്രൈ ആയി പോയാൽ മീൻ ഭയങ്കര ഹാർഡാവും. അപ്പോൾ ഒത്തിരി സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ വലിയ മീനൊക്കെ ആക്കുമ്പോൾ ഞാൻ ഇത്തിരി ഭയങ്കരമായിട്ട് മൊരിക്കില്ല, ചെറുതായി ഒന്ന് മൊരിച്ചെടുക്കുള്ളൂ. മസാലയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മൊരിച്ചെടുക്കുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും മൊരിഞ്ഞിട്ടുണ്ട്, മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ചെറിയ ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.